ഹായ് എവരിവൺ, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത് നമ്മളുടെ വ്യൂ പോയിൻറ്റിൽ അത് നേരെ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നേരെയാക്കാനായിട്ട്, അതായത് അതിനകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ നേരെയാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ ഇപ്പോൾ അവിടെ കണ്ണട ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ചെടിച്ചട്ടി ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളല്ല. ഇതല്ലാതെ റെക്റ്റാങ്കിൾ ഷേപ്പുകളിൽ അല്ലെങ്കിൽ പോളിഗൺ ഷേപ്പുകളിലൊക്കെ ഇരിക്കുന്ന ലൈനായിട്ടുള്ള ഷേപ്പുകളിൽ ഇരിക്കുന്ന വസ്തുക്കളെ മാത്രം നേരെ നമുക്ക് വ്യൂ പോയിൻറ്റിൽ കാണാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഉള്ള പെർസ്പെക്റ്റീവ് റാപ്പ്, വാനിഷിംഗ് പോയിൻ്റ് ഉണ്ട്, അത് മറ്റ് ഉപയോഗങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. അതായത് വ്യൂ പോയിൻറ്റിൽ നേരെ അല്ലാതിരിക്കുന്ന സാധനങ്ങളെ നേരെയാക്കാൻ വേണ്ടിയാണ്. ആ ഭാഗം മാത്രമായിട്ട് നേരെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെർസ്പെക്റ്റീവ് ടൂൾ എടുത്ത ശേഷം ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. പ്ലസ് എന്ന് കാണിക്കുമ്പോൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 2 ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 3ാമത് ക്ലിക്ക് ചെയ്യുന്നു, 4 ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും റീഅഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിൻ്റ് പിടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ചെയ്തെല്ലാം ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അതല്ല, ഒരു കാര്യം കൂടെ കാണിക്കാം. അണ്ടു ഞാൻ കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. പഴയ പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് വെച്ച ശേഷം ഈ ഫ്രണ്ട് ഇമേജ് എന്ന് പറയുന്ന സാധനത്തെ ക്ലിക്ക് ചെയ്തതിനുള്ള പ്രത്യേകത, ഈ ഒരു പിക്ചറിൻ്റെ മുഴുവൻ റെസൊല്യൂഷനുമാണ് ഈ 2300 1400 എന്ന് കാണിക്കുന്നത്. ആ റെസൊല്യൂഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്തുള്ള പ്രശ്നം എന്താണ്, ഈ രീതിയിലേ പിക്ചർ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ Ctrl Z കൊടുത്താൽ മതിയാകും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം.